സർവകലാശാല കലോത്സവത്തിനിടെ പ്രതിഷേധവുമായി KSU മത്സരവേദിയായ സെനറ്റ് ഹാളിലാണ് പ്രതിഷേധം. SFI പ്രവർത്തകർ KSU പ്രവർത്തകരെ വ്യാപകമായി മർദ്ദിച്ചു എന്നാരോപിച്ചാണ് പ്രതിഷേധം. സ്ഥലത്ത് SFI KSU പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധത്തിനിടയിലും മത്സരം പുരോഗമിക്കുകയാണ്. അജീഷ് ജയകുമാർ പുതിയ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അജീഷ്, എന്താണ് നിലവിലെ സാഹചര്യം? എന്തായാലും നമ്മളിപ്പോൾ സെനറ്റ് ഹാളിൽ അകത്ത് നിന്ന് കാണുന്ന ദൃശ്യങ്ങൾ ഈ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ പോലീസ് വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ സെനറ്റ് ഹാളിൽ അതേസമയം തന്നെ സംഘാടക സമിതി പാട്ടുവെച്ച് അത് ആഘോഷിക്കുകയും ചെയ്തു. എന്തായാലും KSU പ്രവർത്തകർ പ്രതിഷേധം അവസാനിക്കുന്നതിന് അവർ പോലീസിന്റെ നടപടിയിൽ പ്രതിരോധിക്കുകയാണ്. പോലീസ് പിടിച്ചുകൊണ്ടാണ് ഓരോരുത്തർ പ്രവർത്തകരെയും കൊണ്ടുപോകുന്നത്. ചിലരത് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതിഷേധിച്ച പ്രവർത്തകർ ഈ സെനറ്റ് ഹാൾ വിട്ടുപോകാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഇതിനകത്ത് തുടർന്നത്. എന്തായാലും പോലീസ് അവരോട് സംസാരിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിഷേധം അവർ അവസാനിപ്പിച്ചില്ല. ഇതിനെ തുടർന്നാണ് പോലീസിന് ഇവരെ പിടിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ രാവിലെ മുതൽ തന്നെ, അതായത് ഇവിടെ മത്സരങ്ങൾ തുടങ്ങുന്ന സമയം മുതൽ തന്നെ ഈ KSU പ്രവർത്തകർ തങ്ങളുടെ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇവിടെ പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ എത്തി ഈ പ്രതിഷേധക്കാരെ ഇവിടെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിൽ കമ്പനിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഉള്ളത്. ഏറെ നേരമായി സെനറ്റ് ഹാളിൽ നിന്നും മാറണമെന്നാവശ്യപ്പെട്ടിട്ടും പ്രതിഷേധക്കാർ അതിന് തയ്യാറായില്ല. തങ്ങളെ കയ്യേറ്റം ചെയ്ത ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. എന്നാൽ മത്സരങ്ങൾ അലങ്കോലപ്പെടുത്തരുത്, തടസ്സപ്പെടുത്തരുത് എന്നൊരു ആവശ്യം ആദ്യം മുതൽ തന്നെ സംഘാടക സമിതിയും പോലീസും ഉന്നയിച്ചിരുന്നു. നിങ്ങൾക്ക് പ്രതിഷേധിക്കണമെങ്കിൽ മത്സരങ്ങൾ തടസ്സപ്പെടുത്താതെ വേദിക്ക് പുറത്തു നിന്ന് പോലീസിനെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും കുന്തും തള്ളും കയ്യേറ്റ ശ്രമം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്തായാലും ഈ വളരെ രൂക്ഷമായ ഒരു സാഹചര്യമാണ് കേരള സർവകലാശാല സെനറ്റ് ഹാളിന് മുന്നിൽ നടക്കുന്നത്. ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘ പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്നതിനിടയിൽ കുന്തും തള്ളും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമുണ്ടാവുകയായിരുന്നു. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ വേദിക്ക് പുറത്തെത്തി. കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ പ്രതിഷേധിച്ച KSU പ്രവർത്തകരെ എല്ലാം വേദിക്ക് പുറത്തെത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേദിക്ക് പുറത്തു നിന്ന് പ്രതിഷേധിക്കുകയാണ്. പോലീസുകാരെല്ലാവരെയും തന്നെ പുറത്തെത്തിച്ചിട്ടുണ്ട്. അജീഷ്, നേരത്തെ ഒരു KSUവിന്റെ ഒരു വിദ്യാർത്ഥി പ്രതികരിക്കുകയുണ്ടായി. അവരെ കയ്യേറ്റം ചെയ്ത SFI പ്രവർത്തകരുടെ ചിത്രങ്ങളടക്കം പോലീസിന് കൈമാറിയെന്ന്. എന്നിട്ടും ഈ SFI പ്രവർത്തകരുമായി ബന്ധപ്പെട്ടൊരു നടപടിയും പോലീസ് എടുത്തിട്ടില്ല എന്നാണോ? അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കേരള സർവകലാശാല യുവജനോത്സവത്തിന്റെ പ്രധാന വേദിയായ സെനറ്റ് ഹാളിൽ ഇപ്പോഴും സംഘർഷ സാഹചര്യമാണ്. KSU പ്രവർത്തകർ അവിടെ വലിയ പ്രതിഷേധമാണ് നടത്തുന്നത്. SFI പ്രവർത്തകർ ആക്രമിച്ചു, കയ്യേറ്റം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഇപ്പോൾ ആ പ്രതിഷേധിച്ചവരെ സെനറ്റ് ഹാളിന് പുറത്തേക്ക് ഉന്തിത്തള്ളി മാറ്റിയിരിക്കുകയാണ് പോലീസ്. ആദ്യം പ്രതികരണത്തിലേക്ക്. കലോത്സവ വേദിയിൽ ഇപ്പോഴും സംഘർഷ സാഹചര്യമാണ്. KSU പ്രവർത്തകരെ സെനറ്റ് ഹാളിൽ നിന്ന് പോലീസ് എത്തി ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു. എന്നാൽ ഹാളിന്റെ പുറത്തു നിന്നും അവരുടെ പ്രതിഷേധം തുടരുകയാണ്. SFI പ്രവർത്തകർക്കെതിരെ നടപടിയെടുക്കാതെ പിരിഞ്ഞു പോകില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് KSU പ്രവർത്തകർ. നേരത്തെ യുവജനോത്സവ വേദിക്ക് സമീപത്ത് നിന്ന് അവർ പ്രതിഷേധിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് പോലീസ് എത്തിയത്. അതിനുശേഷം അവരെ ബലം പ്രയോഗിച്ച് മാറ്റുകയായിരുന്നു. മത്സരങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ പ്രതിഷേധവും തുടരുകയാണ്. പോലീസ് എത്തിയപ്പോൾ KSU പ്രവർത്തകർ അവരെ ആക്രമിച്ച സംഘാടക സമിതിയിലെ SFI അംഗങ്ങൾ അടക്കമുള്ളവരുടെ വിശദാംശങ്ങൾ നൽകുകയുണ്ടായി. ചിലരുടെ ചിത്രങ്ങളും നൽകിയെന്ന് പറഞ്ഞു ഒരു KSU നേതാവ്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് KSUവിന്റെ പ്രതിഷേധം അവിടെ തുടർന്നത്. പിന്നീട് പോലീസ് എത്തി അവരെ ബലം പ്രയോഗിച്ച് സെനറ്റ് ഹാളിൽ നിന്ന് നീക്കുകയായിരുന്നു. ഇപ്പോൾ ബലം പ്രയോഗിച്ച് വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും പോലീസ് പുറത്താക്കിയിട്ടുണ്ട്.